ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ പ്രകൃതി മനോഹരമായ സ്ഥലം. ഞങ്ങളിവിടുത്തെ രാവിലെ ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന സ്ഥലമാണ്. വളരെ മനോഹരമാണ്. മഞ്ഞിങ്ങനെ പയ്യെ പയ്യെ പൊങ്ങി പൊങ്ങി വടമഞ്ഞ് പൊങ്ങി പൊങ്ങി കയറി വരിക മലയുടെ മണ്ടയിലേക്ക്. ചുറ്റിലും മലനിരകളാണ് നമ്മുടെ ഇവിടുന്ന് കാണുന്നത്. കോട ഇങ്ങനെ പയ്യെ പയ്യെ പൊങ്ങി കയറി വരുന്നതും നമുക്ക് കാണാൻ കഴിയും. റബ്ബറും ഏലവും കശുമാവും കൊടിയും കിടങ്ങുന്നതാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തെ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കണം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, അതിനുശേഷം മാത്രമേ മാധ്യമ വിചാരണ ചെയ്യാൻ പാടുള്ളൂ. അദ്ദേഹം തെറ്റുകാരനല്ലെങ്കിൽ ഈ സമൂഹത്തിന് മുമ്പിൽ അവകാശനാകുമെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലേ? നമുക്കറിയാം, ഇപ്പം നിവിൻ പോളി, അതുപോലെ തന്നെ ജയസൂര്യ, മുകേഷ്, സിദ്ദീഖ്, അങ്ങനെ ഒട്ടനവധി ആളുകൾക്കെതിരെ ഇതേപോലെ ചുമ്മാ വ്യാജ ആരോപണങ്ങൾ കെട്ടിച്ചമയ്ക്കുകയും അവരെ സമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്തുകയാണ് ചെയ്തത്. ഇപ്പം നിവിൻ പോളി തന്നെ വിഷയത്തിൽ അദ്ദേഹം തന്നെ കേസ് കൊടുത്ത് ആ പുള്ളിക്കാരി അകത്തായി. നമ്മൾ ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അയാൾ ഉയർത്തിക്കൊണ്ടുവരിക, അല്ല വേറൊരാളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശരിയല്ലേ? കുറേ സ്ത്രീകൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തിലെ ആണുങ്ങൾക്കെതിരെ എന്തും ചെയ്യാമെന്നൊരവസ്ഥയിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്കിത്. അപ്പോൾ എല്ലാ ആണുങ്ങളും ജാഗ്രതയോടെ ഇരിക്കുക, ജാഗ്രതയോടെ ജീവിക്കുക. എപ്പോൾ വേണമെങ്കിലും നമുക്കെല്ലാവർക്കും എതിരെയും ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകാം. നമ്മുടെ സമൂഹത്തിൽ ഉന്നതനല്ലാത്തതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഉന്നതന്മാരെ മാത്രമാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെപ്പോലുള്ളവർ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നു.